സാലഡ് ഡ്രസ്സിങ്ങിൻ്റെ വ്യത്യാസമനുസരിച്ച് സാലഡിൻ്റെ ടേസ്റ്റും വ്യത്യസ്തമാണ്. വെയ്റ്റ് മാനേജ്മെൻറ്റ്, ഡയബറ്റീസ് കൺട്രോൾ എന്നിവയ്ക്ക് മാത്രമല്ല മികച്ച ഒരു ഫുഡ് ഐറ്റം കൂടിയായ ഒരു ടേസ്റ്റി സാലഡാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയുടെ കലവറയാണ് സാലഡ്സ്. ഇതിനകത്ത് ചേർക്കുന്ന ഡ്രസ്സിങ്ങിനനുസരിച്ച് സാലഡിൻ്റെ രുചിയും വ്യത്യാസപ്പെടും. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഉപയോഗിച്ച് എങ്ങനെ ടേസ്റ്റിയായി സാലഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ക്യാരറ്റ് അരിയുന്നതിന് പകരം ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസും എടുത്തു വെക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇടുക. കാഷ്യൂ നട്ട്സിന് പകരം കുതിർത്ത ബദാമും ഉപയോഗിക്കാം. അങ്ങനെ കാഷ്യൂ നട്ട്സ് ഇട്ട ശേഷം 6-7 വെളുത്തുള്ളിയല്ലി ഇടുക. എരിവിന് ആവശ്യമായ കുരുമുളക്, അതുപോലെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി അരയ്ക്കുക. അരയ്ക്കാൻ ആവശ്യമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലിൻ്റെ അളവ് കൂടെ വർദ്ധിപ്പിക്കാം. അതിനുശേഷം സാലഡ് ഡ്രസ്സിങ് സാലഡ് മിക്സ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റുക. ഇനിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ബൗളിലേക്ക് ഇടണം. ആദ്യം അരിഞ്ഞ സവോള ഇടുക. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബർ, ക്യാപ്സിക്കം, അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ എല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇങ്ങനെ ടൊമാറ്റോയും എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് ഈ സ്റ്റേജിൽ വേണമെങ്കിൽ നമുക്ക് സാലഡ് ഉപയോഗിക്കാം. എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ ഇതിനകത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. പൈനാപ്പിളിന് പകരം മാങ്ങയോ ആപ്പിളോ ഗ്രേപ്സോ ഒക്കെ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് പൊമഗ്രനേറ്റും ചേർക്കുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് സാലഡ് കഴിക്കാവുന്നതാണ്. എന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ബദാം ഫ്ലേക്സ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ബദാം ഫ്ലേക്സിന് പകരം നിലക്കടലയോ അല്ലെങ്കിൽ മറ്റ് നട്ട്സുകളോ ആഡ് ചെയ്യാം. ഇങ്ങനെ ഇതെല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ പ്രോട്ടീൻ റിച്ച് വെജിറ്റബിൾ സാലഡ് തയ്യാറായി. ഈ സാലഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.